بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് സൂചകങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ബന്ധങ്ങൾ ചേർക്കുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചും അത് ചേർക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഗൗരവതരമായ സംഗതികളെ കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം, കുടുംബ ബന്ധത്തിൽപ്പെട്ട ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ്, വൈവാഹിക ജീവിതത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പറയുന്ന വേളയിൽ സൂറത്തുൻ നബഅന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം പരസ്പരം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അഥവാ ആദ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിലക്കപ്പെട്ട കരി ഭക്ഷിച്ചപ്പോൾ അവരുടെ നഗ്നത വെളിപ്പെടുകയും പരസ്പരം ഇണകളാണെന്നുള്ള സ്ത്രീ പുരുഷനെന്ന ഒരു ചിന്ത അവരിൽ ഉടലെടുക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവരുടെ നഗ്നത വെളിപ്പെട്ടപ്പോൾ ആ തോട്ടത്തിലുണ്ടായിരുന്ന ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നഗ്നത അവർ മറച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ രണ്ട് ബന്ധങ്ങളിൽ ജീവിക്കുന്നവരാണ്, രണ്ട് സ്വന്തങ്ങളിൽ പെട്ടവരാണ് എന്ന ബോധം, ആൺപെൺ എന്ന ബോധം അവർക്കുണ്ടായി. അങ്ങനെ അവരവരുടെ നഗ്നത മറച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ മനുഷ്യർ, സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ആകർഷണീയതയിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ വസ്തുക്കളെയും, അത് സചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളെയും പരസ്പരം ബന്ധപ്പെടുത്തി തന്നെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചു. മിമ്മാ തുൻബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളെയും വമിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചു. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ലാത്ത, മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ എല്ലാത്തിനെയും പരസ്പരം ബന്ധപ്പെടുത്തി ഇണകളായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആറ്റത്തെ തന്നെ എടുത്തു നോക്കിയാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെടുമ്പോഴാണ് മ്യൂട്ടേഷൻ വഴി മറ്റൊരു സംയുക്തമായി മാറുന്നത്. ഒരു തൗഹീദ് കൂടിയാണ്. മനുഷ്യന് ഉൾപ്പെടെ ഈ അല്ലാഹുവിന്റെ സൃഷ്ടികളെല്ലാം ബഹുത്വമാണ്. ഏകനായിട്ടുള്ള അല്ലാഹു മാത്രമേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞാൽ ഏകനായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ബാക്കി ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട എല്ലാം, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, എല്ലാം ബഹുത്വമാണ്. ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബന്ധങ്ങളും അവന്റെ ബാധ്യതകളും ഒക്കെ ആരംഭിക്കുന്നത് വൈവാഹിക ജീവിതത്തിലൂടെയാണ്, പരസ്പരം ഇണകളായി ജീവിക്കുന്നതിലൂടെയാണ്. ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ ഇണചേരുവാൻ
മനുഷ്യന് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും ചില കരാറുകളും നിശ്ചയിച്ചു. അതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് മീസാഖൻ ഗലീദ, ബലിഷ്ഠമായ കരാറാണ്. മൃഗങ്ങൾ ഇടയിലിരുന്നത് പോലെ തോന്നിയ രീതിയിൽ ഒരിക്കലും എന്താണ് മനുഷ്യൻ തന്റെ ഇടയെ പ്രാപിക്കുവാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമ നടപടി പ്രകാരമുള്ള സംഗതികളിലൂടെ മാത്രമേ നിക്കാഹ് എന്ന ബലിഷ്ഠമായ കരാറിലൂടെ മാത്രമേ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാൻ പാടുള്ളൂ. അല്ലാത്ത മാർഗങ്ങളൊക്കെ ഹറാമിന്റെ മാർഗങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇസ്ലാം വിവാഹം വിശുദ്ധമാക്കുകയും വ്യഭിചാരം ഹറാമാക്കുകയും ചെയ്തു. വ്യഭിചാരത്തെ കുറിച്ച് അത് പറഞ്ഞാൽ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. അത് വളരെ മ്ലേച്ഛകരമായ കാര്യമാകുന്നു. മോശമായ മാർഗവുമാകുന്നു. വ്യഭിചരിക്കാൻ പാടില്ല എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോലും പെട്ടുപോകരുത്. വാക്കാലോ പ്രവൃത്തിയാലോ നടത്തത്താലോ സ്പർശനത്താലോ ചിന്തകളാലോ വ്യഭിചാരത്തിന്റെ ഒരു മാർഗത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വ്യഭിചരിക്കാൻ പാടില്ല. വിവാഹമാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ആ വിവാഹം എന്ന ബലിഷ്ഠമായ കരാറിലൂടെയാണ് എന്താണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ബന്ധപ്പെടാൻ പാടുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളുടെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലെ യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ. എന്താണ് ബാഅത്ത് എന്ന് പറഞ്ഞാൽ? ശാരീരികവും മാനസികവും ആരോഗ്യകരവുമായ പക്വത എത്തിക്കഴിഞ്ഞാൽ നീ വിവാഹം കഴിച്ചുകൊള്ളുക, നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ കണ്ണിനത് കുളിർമയേകും. നിങ്ങളുടെ ഗുഹ്യാവയവത്തിന്റെ സുരക്ഷിതത്വമാണത്. തോന്നിയ പോലെ ജീവിക്കാൻ പാടില്ല മനുഷ്യൻ, തോന്നിയ പോലെ മൃഗങ്ങളെ പോലെ ആവാൻ പാടില്ല മനുഷ്യൻ. നിങ്ങൾ എന്താണ് വിവാഹം കഴിച്ചുകൊള്ളുക, നിങ്ങളുടെ കണ്ണിനത് കുളിർമയേകും. നിങ്ങളുടെ ഗുഹ്യാവയവത്തിന്റെ സുരക്ഷിതത്വമാണത്. ഇനി ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ, അതവനൊരു പരിചയമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ വിവാഹം കഴിക്കുക എന്നത് വലിയ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു സംഗതിയാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന ആളുകളെ സഹായിക്കണമെന്ന് കൂടിയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചു എന്നാണ്. അവന്റെ പകുതി ഭാഗം സുരക്ഷിതത്വം ഉള്ളതാക്കിയെന്നാണ്. എന്നാൽ ഇന്ന് വിവാഹം എന്ന് പറയുന്ന സംഗതി മ്ലേച്ഛകരമാണ് എന്ന് ചിന്തിക്കുന്ന, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു സംഗതിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ നേറ്റീവായ ഒരു തലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2010 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയാണ് ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. അവരിന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകം ഡിജിറ്റലായി കഴിഞ്ഞു. അപ്പൊ ആ ഡിജിറ്റൽ തലമുറയിൽ വിവാഹത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് ചെയ്യാറുള്ളതുകൊണ്ട് ഒരിക്കൽ ഒരു രക്ഷിതാവിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൾ 25 വയസ്സായി, അവൾക്ക് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്, ഒന്ന് കൗൺസിലിംഗ് നടത്തണം. അങ്ങനെ ആ പെൺകുട്ടിയുമായി എന്റെ അരികിൽ വന്നു. ഞാൻ ആ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്? ലിബറലിസത്തിന്റെ ആളുകൾ പറയുന്ന സംസാരമാണ്, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, എനിക്ക് നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കണം, സ്വതന്ത്രമായി എനിക്ക് മുന്നോട്ട് പോകണം. വിവാഹം എന്താണ്? ഒരു വിലങ്ങ് തടിയാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ച് ജീവിക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 90s സമയത്ത് ഏതോ ഒരു പാട്ടുകാരൻ എഴുതി, എന്താണ്? പാറി നടക്കും പക്ഷികൾ
പക്ഷികളൊന്നും പേടി കഴിക്കാറില്ല. ഒത്തുകഴിഞ്ഞ് മടുത്താൽ തന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. 100cc ബൈക്കും അതിലൊരു പൂജാപട്ടം വേണമെന്ന 90-ൽ പാടിയത് അത് എന്താണ് പുലർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? കാരണം എന്താ? പക്ഷികളൊന്നും വിവാഹം കഴിക്കാറില്ല. അവർക്ക് സ്വതന്ത്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഇനി ഈ പെൺകുട്ടി ഇങ്ങനെ പറയാണ്, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഭർത്താവിന്റെയോ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു കെട്ടുകളും ഇല്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള കൂട്ടായ്മകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റഗ്രാം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, സ്വർഗാനുരാഗികളായ ആളുകൾ ധാരാളമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന നടൻ പോലും പറഞ്ഞത് എന്താണ് സ്വർഗാനുരാഗത്തിന് കുഴപ്പമെന്നാണ്. എന്താണ് അതിന് കുഴപ്പം? അങ്ങനെയുള്ള സംഗതികളെ നോർമലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോർമലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താണ് ലൂത്ത് നബിയുടെ സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ മനുഷ്യരെ സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോൾ ആ മലക്കുകളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് സുന്ദരന്മാരായ പുരുഷന്മാർ വന്നു. അപ്പൊ ലൂത്ത് നബി അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പുരുഷന്മാരുടെ അടുക്കലേക്ക് എന്തിനാണ് ചെല്ലുന്നത്? നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന സ്ത്രീകളായ അസ്വാജകം നിങ്ങളുടെ ഇണകളെ അസ്വാജകം നിങ്ങളുടെ ഇണകളെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ പുരുഷന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണോ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആ തലമുറയെ നശിപ്പിച്ചു കളഞ്ഞു. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ട് ഡെഡ് സീ എന്ന് പറയുന്ന ചാവുകടൽ ഇന്നും എന്താണ് ലോകത്തിന് ഒരു വലിയ ഉദാഹരണമായി അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ആ തലമുറയുടെ ആ സമൂഹത്തിന്റെ മ്ലേച്ഛമായ ജീവിതത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡെഡ് സീയിൽ ഒരു ജീവൻ പോലും വളരുകയില്ല. ഒരു മീനോ അല്ലെങ്കിൽ എന്താണ് ജീവനുള്ള ഒരു വസ്തുവോ എന്താണ് ആ ഡെഡ് സീയിൽ വളരുകയില്ല. ആ ഡെഡ് സീയിലെ വെള്ളം കോരിയെടുത്ത് കൊണ്ടുപോയി ഒരു സസ്യത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ സസ്യം എന്താണ് വാടിക്കരിഞ്ഞു പോകും. അത്ര മോശമായ മ്ലേച്ഛമായ സംസ്കാരത്തിന്റെ ആളുകളായിരുന്നു അവർ. അല്ലാഹു നൽകിയ താക്കീത് അവർ അവഗണിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനത്തെ അവർ അവഗണിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയുടെ സംസ്കാരം ഇന്ന് ഈ ആൽഫ ജനറേഷനിൽ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ 3 ആളുകൾ വന്നു. അവർ വന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ചും പ്രവാചകന്റെ ജീവിത രീതികളെ കുറിച്ചും ഒക്കെ ചോദിച്ചു. അപ്പൊ അവർക്ക് തോന്നി അല്ലാഹുവിന്റെ റസൂലിന് ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പോരാ എന്ന് തീരുമാനിക്കുകയും ഒരാൾ പറഞ്ഞു, ഞാൻ എല്ലാ സമയത്തും ഇങ്ങനെ നമസ്കരിക്കും. ഒരാൾ പറഞ്ഞു, ഞാൻ നിരന്തരമായി നോമ്പെടുത്തുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ നോമ്പെടുത്തുകൊണ്ടിരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കും. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഒരാൾ തീരുമാനിക്കണം, ഞാൻ സ്ത്രീകളുടെ അടുത്ത് പോകൂല, ഞാൻ വിവാഹം കഴിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 പേര് ഇങ്ങനെ ഇവരിത് പറഞ്ഞിട്ട് പോയി. പ്രവാചകൻ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 3 പേര് വന്നിരുന്നു, അവരിങ്ങനെയൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് പോയി. അവരെ വിളിച്ചു വരുത്തി, അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചവർ വന്നപ്പോ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങളാണോ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ? അവർ പറഞ്ഞു അതെ. അപ്പൊ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്. ദാവൂദ് നബിയുടെ നോമ്പാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ ചര്യയിൽ നിന്ന് അധികമായി ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആ ഹദീസിന്റെ അവസാനം എങ്ങനെയാണ്? ആരെങ്കിലും എന്റെ ചര്യയേക്കാൾ അധികമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 പേരോടും പറഞ്ഞത്. അപ്പൊ ബ്രഹ്മചര്യം ആചരിക്കുക എന്ന് പറയുന്നത്, വിവാഹ
യോജിക്കുന്നില്ല, അത് തെറ്റാണ് എന്ന് തന്നെ അസന്ദിഗ്ധമായി മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം നിശ്ചയിച്ചത്? ഞാൻ ആമുഖമായി ഓതിയ സൂറത്ത് റൂമിലെ ആയത്ത് കൂടി വിശദീകരിക്കാം. അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ പരസ്പരം ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ സമാധാനപരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, സ്വസ്ഥത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ പരസ്പരം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ആ സമാധാനവും ശാന്തിയും നിങ്ങളിൽ കൈയാറാൻ വേണ്ടിയിട്ട് രണ്ട് വൈകാരികമായ ഭാവങ്ങൾ നിങ്ങൾക്ക് നൽകി. ഒന്ന് മവദ്ദത്ത്, പ്രേമവും, വറഹ്മ, രണ്ട് കാരുണ്യവും. ഈ രണ്ട് വികാരങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബജീവിതം അരോചകമായി മാറും. അവന്റെ ബന്ധം പുഷ്കിലമാവുകയില്ല, അവന്റെ ബന്ധം സ്വസ്ഥതയുള്ള ബന്ധമാവുകയില്ല. കാരണം എന്താ? പ്രേമവും കാരുണ്യവും വേണം. എന്താണ് ഈ പ്രേമവും കാരുണ്യവും എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നപ്പോൾ ആയിഷ കഠിനമായ പനിയും തലവേദനയുമായി കിടക്കുകയാണ്. അപ്പൊ ആയിഷ പ്രവാചകനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, പ്രിയതമാ, എനിക്ക് ശക്തമായി തലവേദനിക്കുന്നു, പനിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാണ്, ആയിഷ, നിന്റെ തലയാണ് വേദനിക്കുന്നതെങ്കിൽ എന്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. നിന്റെ തലയാണ് വേദനിക്കുന്നത് എങ്കിൽ എന്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. ഇതാണ് മഹത്വത്തെ എന്ന് പറഞ്ഞത്. ആയിഷ പറഞ്ഞു, എനിക്കെന്താണ് തല വേദനിക്കുന്നു പറഞ്ഞപ്പോ, നിനക്കൊരു വിഷമമുണ്ടായാൽ എന്റെ ഹൃദയത്തിനാണ് വേദന ആയിഷ. ഇങ്ങനെ ആണ് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, ഒരു 40, 45, 50 വയസ്സാകുമ്പോഴേക്കും പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, മാനസികമായ ടെൻഷൻ, ഡിപ്രഷനൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് വരാതെ. എന്താ കാരണം? നമ്മുടെ സമൂഹത്തിൽ അത് കൂടാതെ എന്താ കാരണം? നേരത്തെ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളുടെ കല്യാണം കഴിച്ചുകൊണ്ട് അവരുടെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഈ പിതാവും മാതാവും ഒരുമിച്ച് കിടന്നുറങ്ങൂല. രണ്ടുപേരും രണ്ട് റൂമിലായിരിക്കും. അവർക്ക് ഭയങ്കര മടിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴെന്താണ്? പരസ്പരം എന്താണെന്ന് തുറന്ന് സംസാരിക്കുക. ഇവിടെ റഹ്മത്ത് പ്രകടിപ്പിക്കേണ്ട കാലഘട്ടം വന്നപ്പോഴാ 50 ശേഷമാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ ആദ്യം പോകുമ്പോൾ അടുത്തിരുന്ന പോകും, കയ്യെ പിടിച്ച നടക്കൂടും. കുറച്ചു നാൾ കഴിയുമെന്നാണ് ഒരാള് ബസിന്റെ ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ കയറും, മറ്റേ ബാക്കിലത്തെ ഡോറിൽ കൂടെ കയറും. വയസ്സാകുമ്പോഴാണ് കാരുണ്യം കൊടുക്കേണ്ടത്, കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത്. ഏറ്റവും നല്ല കളർഫുൾ ആയ കാലഘട്ടത്തിലാണെന്നാണ് മവദ്ദത്ത് പ്രകടിപ്പിക്കേണ്ടത്. അപ്പൊ കാരുണ്യം വീട്ടിലേക്ക് വരുമ്പോ അവിടെ തന്നെ കാതലായിരിക്കുന്നുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നേരെ വീട്ടിലേക്ക് പോകും. വൈകി നിൽക്കൂല. ഇഷ കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ്? വലിയ ശൂന്യതയും മൂകതയുമാണ് എങ്കിൽ കവലയിലിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ കുറച്ചു നേരം കൂടി ഇരിക്കും. അല്ലെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കും. എന്താണ് നീ പോവാത്തത്? കുറച്ചു നേരിട്ട് പോവാം. ആ വീട്ടിലെന്താണ്? കൺകുളിർമ നൽകാൻ ആളുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വാക്കുകൾ പറയാൻ ആളുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെല്ലും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട് ഭയപ്പെട്ടപ്പോൾ എങ്ങോട്ട് ഓടിയത്? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, പുതപ്പിച്ചു തരൂ ഖദീജ, പുതപ്പിച്ചു തരൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പ്രിയതമയായ ഖദീജയുടെ അടുക്കലേക്കാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട, ബുദ്ധിമുട്ടി, ഇടങ്ങേറായി, ഒരുപാട് ദുഃഖവും വ്യസനവും പേറിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കുഴപ്പമില്ല, പ്രശ്നമില്ല, നമുക്കിതൊക്കെ മതി എന്ന് പറയാൻ ഒരാളുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ സമാധാനം എന്താണ്? അതിനേക്കാൾ വലിയ ശാന്തി എന്താണ്? അതിനേക്കാൾ വലിയ സുഖം എന്താണ്? ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ എന്നെ പരിഹരിക്കുവാൻ, എന്നോട് ഇഷ്ടം കൂടാൻ ഒരാൾ അവിടെ ഉണ്ട് എന്ന തോന്നൽ ഒരു പുരുഷൻ നൽകുന്ന ആർജവം എത്ര വലുതാണ് എന്ന് ചിന്തിച്ചു നോക്കുക. തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന, തന്നെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്ന, തന്നെ ലോകത്തെ കുറിച്ച് പറഞ്ഞു തന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവുള്ള, ഒരു ഇണയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക്
വലിയ സന്തോഷം വേറെ എന്താണ്? അതാണ് അല്ലാഹു പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇത് അല്ലാഹു പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. തീർച്ചയായും എന്താണ്? ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെയും കുടുംബജീവിതം നയിക്കാതെ ഒറ്റക്ക് നടക്കുന്ന ഒരു മനുഷ്യനെയും ശാസ്ത്രകാരന്മാരെന്നാണ് പരീക്ഷണത്തിന് വിധേയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ശാരീരികമായ അവസ്ഥ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനാണ് ഉണ്ടായിട്ടുള്ളത്. സ്നേഹത്തോടുകൂടി ഭാര്യയോട് പെരുമാറുന്ന, പ്രേമം പ്രകടിപ്പിക്കുന്ന ആ പുരുഷനിൽ എന്താണ് ഏറ്റവും പോസിറ്റീവായ അമ്ലങ്ങൾ കാണാൻ കഴിയുന്നത്? ഏകാംഗിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവരൊരുപാട് നെഗറ്റീവ് മൈൻഡുകൾ, നെഗറ്റീവ് അമ്ലങ്ങൾ, നെഗറ്റീവ് രസങ്ങൾ അവന്റെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ്, ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിയുമെന്നാണ്. ദാവാ ബുക്സില് ഒരു ബുക്കുണ്ട്, പ്രേരിക്കുക എന്ന് പറഞ്ഞിട്ട് വിശാൽ സലീമയുടെ ഒരു ബുക്ക്. ഇപ്പാണെങ്കിൽ വായിച്ചു നോക്കിയാൽ അതിന് ശാസ്ത്രീയമായ വിശകലനങ്ങൾ ഒരുപാട് പറയുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക്, സമാധാനപരമായി ഇടയോട് ഇടപെടുന്ന ആളുകൾക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറവായിരിക്കും, ടെൻഷൻ ഉണ്ടാവില്ല, സമാധാനത്തോടുകൂടി ഇടപെടും. അവർക്ക് ശാന്തി ഉണ്ടാകും. അതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അതുകൊണ്ട് പരസ്പരം ഇണകളായി ജീവിച്ചുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷത്തിൽ വളരുന്ന വീട്ടിലെ മക്കൾക്ക് ബന്ധങ്ങൾ ചേർക്കാൻ വലിയ താല്പര്യമായിരിക്കും. മാതാപിതാക്കളുടെ ബന്ധം കണ്ടുകൊണ്ടാണ് മക്കള് അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക. വാപ്പയും ഉമ്മയും തമ്മിൽ പിണക്കമാണെങ്കിൽ, ഉമ്മയും വാപ്പയും തമ്മിൽ കണ്ടാൻ മിണ്ടുകയില്ല എങ്കിൽ, അവർ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് അവരുണ്ടാക്കുക? അവരും ആ നെഗറ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും ജീവിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്നേഹത്തോടുകൂടി നിന്റെ ഭാര്യയുടെ, നിന്റെ ഇണയുടെ വായിലേക്ക് ഒരു ഉരുള വയ്ക്കുന്നത് പോലും എന്താണ്? പുണ്യമുള്ള ഒരു സംഗതിയാണ്. സ്നേഹത്തോടുകൂടി ഒരു ഉരുള വാരി കൊടുക്കുന്നത് പോലും പുണ്യമുള്ള ഒരു സംഗതിയാണ്. ഇത് മക്കൾ കാണുമ്പോൾ അവരുടെ മനസ്സും എന്താണ്? ആ സ്നേഹവും വാത്സല്യവും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറാൻ ഇടയാകും. അതുകൊണ്ട് ബന്ധങ്ങൾ സുദൃഢമാകുന്നത്, വീട്ടിൽ ആ ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കുന്ന, പരസ്പരം ഇണകളായി ജീവിക്കുന്ന എന്ന് പറയുന്ന ആ സമാധാന അന്തരീക്ഷം വീട്ടിലുണ്ടാകുമ്പോഴാണ് മസ്കൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു വീട് മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ സആദതി ഇബ്നു ആദം, ആദം സന്തതിയുടെ സൗഭാഗ്യങ്ങൾ സലാസ, മൂന്നെണ്ണമാകുന്നു. ആദം സന്തതിയുടെ സൗഭാഗ്യം മൂന്നെണ്ണമാകുന്നു. ഒന്നാമത്തെ അൽ മർഅതു സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണ്. രണ്ടാമത്തെ അൽ മസ്കനു സ്വാലിഹ്, നല്ല ഒരു ഭവനം, നല്ലൊരു വീട്. മൂന്നാമത്തെ അൽ മർകബു സ്വാലിഹ്, നല്ലൊരു വാഹനം. ഈ മൂന്നും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ല സൗഭാഗ്യവാനായ ഒരു മനുഷ്യൻ. ഇനി മൂന്ന് ദൗർഭാഗ്യങ്ങൾ ഏതാണ്? ഒരു മോശമായി ജീവിക്കുന്ന ഭാര്യയുള്ള, മോശമായ സ്ത്രീ ഭാര്യയായിട്ടുള്ള ഒരു മനുഷ്യൻ, അതുപോലെ മോശമായ വീട്ടിൽ സമാധാനമില്ല, കുഴപ്പം, എപ്പോഴും പ്രശ്നങ്ങൾ, പിണക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ, ഒച്ചപ്പാടുകൾ, പാത്രം അറിയൽ, തർക്കം, ഇതൊക്കെ ഉള്ള വീടെന്താണ്? ദൗർഭാഗ്യമാണ്. മോശമായ വാഹനം, തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയ വാഹനം, അതിൽ സഞ്ചരിച്ചാൽ എന്താണ്? ഒരു വർക്കും ഉണ്ടാവുക. ഇത് മൂന്നുമാണ് ദൗർഭാഗ്യം. മൂന്ന് ഭാഗ്യങ്ങൾ ഏതാണ്? നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവനത്ര ഭാഗ്യം ലഭിച്ചവൻ വേറെയില്ല. എന്താണ് ആ ഭാഗ്യമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഈ സൗഭാഗ്യം, കുടുംബജീവിതം എന്ന് പറയുന്ന ബന്ധങ്ങൾ പവിത്രമാക്കുക എന്ന സൗഭാഗ്യം നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും മാസ് മീഡിയകളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഗസയിലെയും ഫലസ്തീനിലെയും ഒക്കെ കാഴ്ച വളരെ വേദനാജനകവും സങ്കടവും നൽകുന്ന കാഴ്ചയാണ്. ഒരു നാടിനെ എങ്ങനെ അധിനിവേശ ശക്തികൾ വരുതിയിലാക്കുന്നു എന്ന ഒരു നേർക്കാഴ്ച നമ്മുടെ ഈ തലമുറ കാണേണ്ടി വരിക എന്നത് വലിയ ദുഃഖം നൽകുന്ന ഒരു സംഗതിയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നേരെ നമ്മളത് ചിത്രങ്ങളായി കാണേണ്ടി വരുമ്പോൾ ഉള്ളൊരവസ്ഥ. ഞാനിന്ന് രാവിലെ ഒരു പയ്യന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ശ്രദ്ധിച്ചപ്പോൾ കണ്ടത്, ഒരു ഫലസ്തീനിലെ ബാലികക്ക് ഒരു മിഠായി ഒരാൾ കൊടുക്കാം. സാധാരണ നമ്മുടെയൊക്കെ മക്കളൊരു മിഠായി വാങ്ങിയിട്ട് സന്തോഷത്തോടുകൂടി ആ മിഠായി വാങ്ങും. പക്ഷെ ഈ കുട്ടിക്ക് കരയണോ ചിരിക്കണോ എന്നൊന്നുമില്ല, ഒരു നിസ്സംഗമായ ഭാവത്തോടു കൂടി ആ മിഠായി വാങ്ങിയിട്ട് ആ കുട്ടി അറിയാൻ നോക്കുകയാണ്. ഞാൻ അതുകൊണ്ട് കുറെ നേരം കരഞ്ഞുപോയി. ഈ പറയുന്ന പയ്യനും കരയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമ്മളൊക്കെ എത്രയോ സൗഭാഗ്യങ്ങളിലാണ്, എത്രയോ സുഖങ്ങളിലാണ്, സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ജൂതന്മാരെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നരാധമനാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മെയിൻ കാംഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ജൂതന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് എന്ന് വരും കാലങ്ങളിൽ ലോകം മനസ്സിലാക്കുമെന്ന് അദ്ദേഹം എഴുതി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ജൂതന്മാരെന്ന് പറഞ്ഞാൽ പരാന്നഭോജികളാണ്. ഏതൊരു സമൂഹത്തിലും പടർന്നു കയറിയാൽ അവരെ നശിപ്പിക്കാനുള്ള ചിന്താഗതി ജൂതന്മാർക്കുണ്ട് എന്നാണ്. നിങ്ങൾ നോക്കുക, അമേരിക്ക എന്തുകൊണ്ടാണ് ജൂതന്മാരുടെ കൂടെ നിൽക്കുന്നത്? അമേരിക്കയ്ക്ക് ജൂതന്മാരുടെ കൂടെ നിൽക്കുന്നത് ഉള്ളാരെ ഇഷ്ടമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ നിന്നു പോകുന്നത്? അമേരിക്കയുടെ ആയുധ സമ്പന്നതയിലെ ബുദ്ധിരാക്ഷസന്മാരുടെ അതിന്റെ മേഖലകളൊക്കെ കൈയടക്കിയിരിക്കുന്നത് ജൂതന്മാരാണ്. 2011 സെപ്റ്റംബർ 11-ാം തീയതി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ പുതിയ പഠനം പുറത്തു വന്നു. 3-4 വർഷം മുമ്പ് ആ വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന 2000-ഓളം ജൂതന്മാര് അന്ന് അവിടെ ലീവായിരുന്നു. അപ്പൊ പശ്ചിമേഷ്യയെ കൈയടക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരുണ്ടാക്കിയ പ്ലാൻ പ്രകാരമാണ് അവിടെ ആ സ്ഫോടനം നടന്നത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര ബുദ്ധിരാക്ഷസന്മാരാണ് ഇവര്. അത് ഹിറ്റ്ലർ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ്, ഒരു ജൂതനുണ്ടെങ്കിൽ അവനെ കൊന്നതിന് ശേഷമാണ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഇന്ന് എത്ര ക്രൂരതയോടുകൂടിയാണ് ഒരു രാജ്യത്തെ പിടിച്ചടക്കി എല്ലാം നശിപ്പിച്ച് ആ നാട്ടിലെ മക്കളെയും കുഞ്ഞുങ്ങളെയും 10-12,000-ഓളം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ നാടാണ്, ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഒരു മടിയുമില്ലാത്ത ക്രൂരന്മാരായ ധിക്കാരികളായ ഒരു ജനതയാണ് ജൂതന്മാര്. നമുക്ക് ആയുധശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ അവരെ മറികടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അവരെ മറികടക്കാൻ സാധിക്കും? ആദർശബോധം കൊണ്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. ولا تهنوا ولا تحزنوا أنتم الأعلون إن كنتم مؤمنين. നിങ്ങൾ ദുർബലരല്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട. أنتم الأعلون, നിങ്ങളാണ് ഉന്നതന്മാരായി തീരുക, നിങ്ങൾ വിശ്വാസികളാണ്. അതുകൊണ്ട് ആദർശബോധത്തോടുകൂടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഓരോ നേരത്തെ നമസ്കാരങ്ങളിലും അതിനുശേഷവും നമ്മൾ എന്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇർഹം അലാ ഇഖ്വാനിൽ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ അലാ ഇഖ്വാനിൽ ഫലസ്തീൻ, അല്ലാഹുമ്മ ദമ്മിർ അദാന അലൽ ഫലസ്തീൻ, അല്ലാഹുമ്മ ദമ്മിർ അദാന ഫീ ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട്
ഫലസ്തീനിലെ ജനതയ്ക്ക് നീ ശക്തി നൽകണേ നാഥ. അവർ അനുഭവിക്കുന്ന വേദനകൾ നീ ശമനം നൽകണേ നാഥ. അല്ലാഹുവേ, അവർക്ക് ഈമാനോടുകൂടി ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നീ നൽകണേ നാഥ. അല്ലാഹുവേ, ഒരുപാട് രക്ഷിതാക്കൾ, ഒരുപാട് കുടുംബിനികൾ, ഒരുപാട് സ്ത്രീകൾ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ട് വേദന അനുഭവിക്കുന്നു. അവർക്കെല്ലാം ശമനം നൽകണേ നാഥ. ഒരുപാട് പിതാക്കന്മാർ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടത് മൂലം വേദന അനുഭവിക്കുന്നു. അല്ലാഹുവേ, അവർക്ക് നീ ഹൃദയത്തിന് നിത്യശാന്തി നൽകണേ നാഥ. രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫലസ്തീനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് വസിയത്ത് കൂടിയുണ്ട്. ഒന്ന്, നമ്മുടെ അഫ്ലഹ് സ്വലാഹിയുടെ പിതാവ് സുഖമില്ലാതെ, അൻഫൽ സലാഹിയുടെ പിതാവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു സലഫിയായ മുവഹിദായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം PK സക്കരിയ സലാഹിയുടെ പിതാവ് മരണപ്പെട്ടു. ആ പിതാവിന് അല്ലാഹു ഖബറിടം വിശാലമായി കൊടുക്കുമാറാകട്ടെ.